എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ തുടർന്ന് പറയുന്നു, അല്ലയോ പാർത്ഥ, ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി അവശ്യ വിഭവങ്ങളെല്ലാം മനുഷ്യന് നൽകുന്നു. ഇങ്ങനെ കിട്ടുന്ന ദേവന്മാരുടെ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ച് സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ കള്ളന് തുല്യനാകും. യജ്ഞങ്ങൾ വിവിധ ദേവന്മാർക്ക് വെവ്വേറെയുള്ളതായി വേദങ്ങളിൽ പറയുന്നു. പരമ ദിവ്യോത്തമമായ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനു വേണ്ടി ആത്യന്തികമായി അതെല്ലാം സമർപ്പിക്കുക വഴി ഭഗവാൻ പ്രസാദിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ മാഹാത്മ്യം അറിയാത്തവർക്കായിട്ട് മാത്രമാണ് ദേവന്മാർക്കായിട്ടുള്ള യജ്ഞം വിധിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യവർഗത്തിൻ്റെ എല്ലാ അത്യാവശ്യ വിഭവങ്ങളും ഭഗവാന്റെ കിങ്കര സ്വരൂപങ്ങളായ ദേവന്മാർ നൽകുന്നുവെന്നാണ് പ്രമാണം. ഉദാഹരണമായി, ഭക്ഷ്യപദാർത്ഥങ്ങളായ വസ്തുക്കൾ മനുഷ്യനിർമ്മിതങ്ങളല്ല. ഇത് ആദ്യം മുതൽ എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ ജീവിതത്തിന് ആവശ്യമായ ചൂട്, വെളിച്ചം, വായു, വെള്ളം ഇവയൊന്നും മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്നതുമല്ല. സൂര്യപ്രകാശവും മഴയും നിലാവുമൊക്കെ ഭഗവത് പ്രസാദം കൊണ്ട് ലഭിക്കുന്നതാണ്. അങ്ങനെ മനുഷ്യജീവിതം ഈശ്വരഭക്തങ്ങളായവയെ ആശ്രയിച്ച് നിൽക്കുന്നു. യജ്ഞം കൊണ്ട് ജീവിത ഉദ്ദേശവും നിറവേറ്റപ്പെടുന്നു. അതിനാൽ നമുക്ക് നിഷ്പ്രയാസമായൊരു യജ്ഞമാണ് നാമസങ്കീർത്തന യജ്ഞം. അത് നാം അനുഷ്ഠിക്കുക. യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. എന്നാൽ സ്വയം ആസ്വദിച്ച് ആഹരിക്കുവാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം അത് പാപത്തെയല്ലേ ഭുജിക്കുന്നത്? അത് ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം എന്നിങ്ങനെ പല വിധത്തിൽ ഭക്തിപൂർവമായ സേവനയജ്ഞം തുടർന്നു പോകുന്നു. നവവിധ ഭക്തികളെക്കുറിച്ച് നമുക്കറിയാം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം ഇവയാണ് നവവിധ ഭക്തികൾ. ഇതിൽ ഏത് മാർഗവും നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിനായി സ്വീകരിക്കാവുന്നതാണ്. പ്രസ്തുത അനുഷ്ഠാനങ്ങൾ ഭൗതിക ലോകത്തിലെ പാപ സമ്പർക്കങ്ങളിൽ നിന്നുളവാക്കുന്ന മാലിന്യങ്ങളിൽ നിന്നെല്ലാം നമ്മെ ഒഴിച്ചു നിർത്തുകയും ചെയ്യുന്നു. മലയാള പരിഭാഷ. സംപ്രീതരായിടും ദേവകളാൽ ഇന്നു ദാനമായി കൈവരും ധാന്യധനാദികൾ ആയവ ഏകനായി ഭോജിച്ചിടുന്നതാം മർത്യനായിടുന്നു ചോരനായുള്ളവൻ. യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്ന മർത്യരോ മുക്തമായിടുന്നു പാപഫലങ്ങളിൽ. ഭഗവാനു നേദിച്ചിടാതെ ഭുജിക്കുന്ന മർത്യർ ഭുജിക്കുന്നതുണ്ട് പാപത്തിനെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.